ഹായ് ഓൾ, എല്ലാവർക്കും ആർജുവാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗ് എമ്മിന്റെ മമ്മൂക്കയുടെ ഫാമിലി അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന സിനിമയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റും അതേപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ പുള്ളിക്കാരൻ ഒരുപാട് നാളായിട്ട് മുങ്ങി അടക്കുമായിരുന്നു. കിങ് ഓഫ് കഥയുടെ ആ ഒരു എന്താ പറയുന്നത് പരാജയം എന്ന് തന്നെ പറയാം. അതിനുശേഷം ഒരു അപ്ഡേറ്റും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഫാൻസും ഫിലിം ലവേഴ്സും മോളിവുഡ് ഇൻഡസ്ട്രിയിലെ മൂവി ലവേഴ്സും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഒരു ദുൽഖർ സൽമാൻ പടത്തിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി. അപ്പൊ എന്തായാലും ഇപ്പതാ വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ പടത്തിന്റെ ഒരു അപ്ഡേറ്റ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് എ മലയാളം പടം. ഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ തമിഴ് പടം, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് എ മലയാളം പടം. തീർച്ചയായിട്ടും മലയാളത്തെക്കാട്ടിയും ബിഗ്ഗർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വൈഡർ ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ പടത്തിൽ നമ്മുടെ ദുൽഖർ നായകനായിട്ട് വരികയാണ്, ലക്കി ഭാസ്കർ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിന്റെ ഒരു മലയാളം പടത്തിന്റെ പ്രോപ്പർ മലയാളം പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ദുൽഖറിനെ പോലെ ഒരു സ്റ്റാർ, അത്രയ്ക്ക് സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ്. ഒരു പടം മോശമായി പോയെന്ന് പറഞ്ഞ് ഈ വാരി വലിച്ച് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. എന്നാലും ഒരു അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിടാമല്ലോ, ഇന്ന പടം വരുന്നുണ്ട് എന്ന രീതിയിലൊക്കെ. അതൊന്നും ഇല്ലാതിരിക്കുവാണ് ഇതുവരേക്കും. എന്തായാലും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ് കേട്ടോ. മലയാളം ഇൻഡസ്ട്രി, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി വളരണമെങ്കിൽ തീർച്ചയായിട്ടും ദുൽഖർ ഇനിയും ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസൊക്കെ നടത്തിയാലേ പറ്റത്തുള്ളൂ. കാരണം മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ദുൽഖർ. തീർച്ചയായിട്ടും പറയാം, നമുക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന യങ് സ്റ്റാർ ആണ് ദുൽഖർ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അദ്ദേഹം കുറച്ചും കൂടി വലിയ ബിഗർ ആയിട്ടുള്ള മലയാളം പടങ്ങളൊക്കെ ചെയ്ത് അത് ആ ഒരു ലെവലിലൊക്കെ പ്രൊമോഷൻ ചെയ്ത് കിങ് ഓഫ് കൊത്തയ്ക്ക് പ്രൊമോഷൻസ് ഒക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ പടം ആണ് പാളിപ്പോയത്. എനിവേ അതിനെക്കാട്ടിയും നല്ലൊരു കിടിലൻ സ്റ്റോറിയും ബിഗ്ഗർ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഉടൻ തന്നെ ദുൽഖർ മലയാളത്തിലേക്ക് വരുമെന്ന് കരുതാം. അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ എന്തായാലും ദുൽഖറിന്റെ തമിഴ് പടം ഇതൊരു പാൻ ഇന്ത്യൻ റിലീസായിട്ട് വരാൻ പോകുന്ന ഒരു പടമാണ് ലക്കി ഭാസ്കർ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ വെങ്കി അറ്റ്ലൂരി, നമ്മുടെ വാത്തി, ധനുഷിന്റെ വാത്തി ഇല്ലേ, ആ സിനിമയൊക്കെ ഡയറക്ടറാണ്. ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴത്തേക്കും ദുൽഖർ ഷേവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. കിങ് ഓഫ് കൊത്തയുടെ ആ ഒരു താടി ലുക്കയിൽ നിന്നൊക്കെ മാറി ഇപ്പം ക്ലീൻ ഷേവ്, ഭയങ്കര സീരിയസ് ആട്ടോ പുള്ളിക്കാരൻ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഗെറ്റപ്പിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്തായാലും ഇത് ദുൽഖറിന്റെ ആ ഒരു സിനിമയിലെ പഴയകാലം കാണിക്കുന്നതാണോ അതോ ഈ ഒരു സിനിമ തന്നെ പഴയകാലത്ത് നടക്കുന്ന കഥയായിട്ടാണോ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പം ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ദുൽഖറിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ നോട്ടൊക്കെ ഉണ്ടല്ലോ, പഴയ കാലത്തുള്ള 1 രൂപയോ 2 രൂപയോ നോട്ടെങ്ങാണ്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനാൻസ്, ആ ഒരു സബ്ജക്റ്റ് ആണ്. മണിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് സിനിമ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മണി സ്കാം ആണെന്നോ ഒക്കെ കുറെ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലക്കി ഭാസ്കർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാസ്കറിന്റെ 6 നമ്മുടെ റുപ്പിയുടെ സൈനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ മണി, ഫിനാൻസ്, എക്കോണമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സൂചനകളാണ് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദുൽഖറിന്റെ ഒരു പഴയ ഗെറ്റപ്പ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഗെറ്റപ്പാണ്. ഓക്കെ, എന്തോ ഒരു ബുജി ലുക്കും ഉണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. എനിവേ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, വെങ്കി അട്ലൂരി എങ്ങനെയാണ് ദുൽഖർ സൽമാനെ ഒരു എന്റർടൈനർ ആയിട്ടാണോ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ്. പ്രത്യേകിച്ച് ഒരു തമിഴ് പടത്തിൽ ഓക്കെ നല്ലൊരു രീതിയിൽ നല്ലൊരു സക്സസ് ആകുമെന്ന് തന്നെ നമുക്ക് ഈ ഒരു പടത്തെ പ്രതീക്ഷിക്കാം. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ അതാ ഇപ്പം ആ ഒരു സിനിമയുടെ ക്രൂ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി. നമുക്ക് നേരത്തെ ടീസർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറച്ച് പാർട്ട് മാത്രമാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതോ ഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറിയിരിക്കുകയാണ്. റെഡി ടു എക്സ്പീരിയൻസ് ഭ്രമയുഗം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്, പടം ഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അത് ഭ്രമയുഗമാണ്. ഓക്കെ, ഐ ആം സോ എക്സൈറ്റഡ്. ഓക്കെ, എന്തായാലും സിനിമയുടെ ഒരു പ്ലോട്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സിനിമയുടെ ആ ഒരു പ്ലോട്ട് ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അർജുൻ അശോകന്റെ ക്യാരക്ടറാണ്. അദ്ദേഹം സിനിമയിൽ പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിട്ടാണ്. അദ്ദേഹം ഒരു സ്ലേവ് മാർക്കറ്റ്, പഴയ കാലത്തെ നടക്കുന്ന കഥയാണ്. അപ്പം പഴയ കാലത്ത് ഈ അടിമച്ചന്തകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു പഴയ കാലത്തെ അടിമച്ചന്തയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അർജുൻ അശോകന്റെ ക്യാരക്ടർ മമ്മൂക്കയുടെ ആ ഒരു മനയിൽ പെട്ടുപോകുന്നത്, എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്നല്ലേ അദ്ദേഹം ആ ഒരു ട്രെയിലറിൽ പറയുന്നത്, ടീസറിൽ പറയുന്നത്. അപ്പൊ ആ ഒരു മനയിൽ പെട്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഭ്രമയുഗം. എന്തായാലും UA സർട്ടിഫിക്കറ്റ് ആണ് ഭ്രമയുഗത്തിന് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക സിനിമയിൽ ഉള്ളത്
വെറും 50 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് അടുത്താണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രയും ഉള്ളൊരു സിനിമയ്ക്കകത്ത് 50 മിനിറ്റ് ആണ് മമ്മൂക്ക ഉള്ളതെന്നും ഉള്ള ന്യൂസ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ലൂസിഫർ 3 മണിക്കൂർ ഉള്ളൊരു സിനിമയാണ്. ആ ഒരു സിനിമയ്ക്കകത്ത് 45 മിനിറ്റ് നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയെ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കതൊന്നും അറിഞ്ഞതുപോലും ഇല്ല. നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വന്നിരുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ 45 മിനിറ്റ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യണം. ലൂസിഫറിനകത്ത് 45 മിനിറ്റ് ലാലേട്ടന്റെ ക്യാരക്ടർ സ്ക്രീനിൽ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും സിനിമ 3 മണിക്കൂറും നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ എബ്രാം ഖുറേഷി എന്നുള്ള ആളാണ്. ആ ഒരു സിനിമ മൊത്തത്തിൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ മമ്മൂക്കയുടെ ഭ്രമയുഗത്തിലും 50 മിനിറ്റ് എന്നൊക്കെ ഉള്ളത് മോർ ദാൻ ഇനഫ് ആണ് പണി അറിയാവുന്ന ഒരു ഡയറക്ടർക്ക്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് മതി ആർമാദിക്കാനായിട്ട്. എന്തായാലും ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലും കൂടെ വരുമ്പോഴത്തേക്കും അത് എങ്ങനെയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ്. സൗണ്ട് ഡിസൈനിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സിനിമയായിരിക്കും കേട്ടോ പ്രമേഹം. അതെങ്ങനെയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് അറിയാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്.